പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു നാടാണ്. അതുകൊണ്ട് കരുതലോടുകൂടി പ്രതികരിക്കണം. ഇന്നലെ തന്നെ ആ വിഷയം ഹൈബി ഈഡനും ഷിയാസും ഒക്കെ പോയി സെറ്റിൽ ചെയ്തിരുന്നതാണ്. അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായതാണ് ഇപ്പോൾ സഭയെ പ്രകോപിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ രക്ഷിതാവ് എന്ന PTA ഭാരവാഹി NPP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരുപക്ഷെ കാസയുടെ രാഷ്ട്രീയ ഫോം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അതിനൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. അവിടെ വന്ന SDP-ക്കും ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. കുട്ടിക്ക് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യം ഇനിയും അവിടെ ഉണ്ടാവും. ആ കുട്ടി വന്ന് പഠിക്കട്ടെ, പഠിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ട് കവിതയിൽ എഴുതിയിരുന്നത് പോലെ കലാലയങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതം ഉള്ളവരും മതമില്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട്. കളിക്കളങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതമില്ലാത്തവരും അവിടെ കളിക്കുന്നുണ്ട്. വായനശാലകളിലേക്ക് വരരുതേ നീ ദൈവമേ, അവിടെ മതമില്ലാത്തവരും മതമുള്ളവരും വ്യത്യസ്ത മതങ്ങളിലുള്ളവരുമുണ്ട്. നീ ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല. നീ വന്ന് കലാപം ഉണ്ടാക്കരുത് എന്ന് മാത്രം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഈ സ്കൂളിനെതിരെ നിലപാടെടുക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് DDUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്, EAUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്. ആ വീഴ്ചയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിലപാട് സർക്കാർ തിരുത്തും, മന്ത്രി തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ.